എന്തായിരുന്നു എൻ്റെ നീറ്റ് റിപ്പീറ്റ് ലൈഫ് പോയിന്റ് ആണത്. ഈ വീഡിയോ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് എടുക്കുകയും പറഞ്ഞ് ഈ ഫോക്കസ് ഏരിയ തന്നെ. അങ്ങനെ ഞാൻ ഈജിപ്ത് ഫിക്സ് ചെയ്തു. ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആര്യസ് ഡയറീസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എനിക്ക് ഒരു പ്ലാനും ഇല്ല, എൻ്റെ ഒരു ബുക്കോ എന്തെങ്കിലും പ്ലാൻ ചെയ്തതായിട്ട് ഒന്നുമില്ല. കാരണം ടുഡേ ഐ ആം ഗോയിങ് ടു ടെൽ മൈ സ്റ്റോറി. എങ്ങനെ ഞാൻ ഈജിപ്തിലെത്തി, എന്തായിരുന്നു എൻ്റെ നീറ്റ് റിപ്പീറ്റ് ലൈഫ്, എല്ലാം കൂടി ഞാൻ ചെയ്തു വെച്ചതെന്ന്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിപ്പീറ്റ് ലൈഫിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ +1 +2 ഞാനൊന്ന് ഷോർട്ടായിട്ട് ഇവിടെ പറയാം. +1 +2 ഞാൻ ചെയ്തത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. +1 എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ല വൃത്തിക്ക് ഞാൻ ഉഴപ്പി നടന്നത്. സ്പോർട്സ്, ആർട്സ് എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര അതിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. ബട്ട് സെയിം ടൈം പഠിക്കായിരുന്നു, ബട്ട് ഫുൾ പഠിത്തത്തിലേക്ക് അങ്ങോട്ട് ഞാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ +1 റിസൾട്ട് 84% ആയിരുന്നു. +2 ആയപ്പോഴേക്ക് കോവിഡ്. സോ ആ ഒരു ടൈം നമ്മൾ ഫോക്കസ് ചെയ്തുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടോപ്പിക്ക് പഠിക്കുക, അത് എക്സാമിന് അതേപോലെ ചോദിക്കും. ആ ഒരു സിസ്റ്റം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റി. 98% കൂടി +2 ഞാൻ പാസ്സായി. ബട്ട് നമ്മളൊരു അഡ്മിഷൻ പ്രോസസ്സ് വരുമ്പോൾ +1 +2 ഓൾ ടുഗെദർ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് വന്നത് 94 point സംതിങ് ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കി. എനിക്കൊന്ന് ജസ്റ്റ് പാസ് മാർക്ക് 180 സംതിങ് ആണ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അതും ജസ്റ്റ് ഒന്നും നോക്കാണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ബയോളജി ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചിട്ട് പോയതാണ്. എൻ്റെ വീട്ടുകാർ പറഞ്ഞു, ആര്യ നീ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നത്. ഒട്ടും താല്പര്യം എനിക്ക് ആ ടൈമിലില്ലെങ്കിലും പിന്നെ എനിക്കൊരു ഡ്രീമുണ്ട്. ഞാൻ 10th സ്റ്റാൻഡേർഡ് തൊട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് മെഡിക്കൽ ഫീൽഡാണ് താല്പര്യം. ബട്ട് അതിൽ തന്നെ ഡോക്ടറാവുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്ന് എനിക്കും തോന്നിയൊരു കാര്യമാണ്. സോ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ലാസ്റ്റ് ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തു. പ്രൈവറ്റ് ഹോസ്റ്റലിലായിരുന്നു ജോയിൻ ചെയ്തത്. മുടവനാട്ട് എന്നാണ് പേരുന്നത്. ഹോസ്റ്റൽ വാസ് സൂപ്പർ. അവിടുത്തെ ആൻറ്റി, ഉഷ ആൻറ്റി, നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു പക്ക നമ്മളെ അമ്മ എങ്ങനെയാണോ നമ്മളെ സ്നേഹിക്കുന്നത് അതുപോലെയായിരുന്നു ആൻറ്റി നമ്മളെ 10 മക്കളെയും നോക്കിയതെന്ന് തന്നെ പറയാം. ഫുഡിൻ്റെ കാര്യത്തിനാണെങ്കിലും നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഒരു ഫാമിലി പോലെ ആൻറ്റി ആ 6 to 7 months നമ്മളെ കൂടെ ഫുൾ സപ്പോർട്ടിലുണ്ടായിരുന്നു. സോ ബ്രില്യൻറ്റിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഫോക്കസ് ഏരിയ കഴിഞ്ഞ് വരുന്ന നമുക്ക് ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ലൈഫ് വലിയ സുഖമല്ലായിരുന്നു. കാരണം ഈ പ്രൊഫസേഴ്സ് നമുക്ക് ഫുൾ ചാപ്റ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു ടോപ്പിക്ക് മാത്രമല്ല അവിടെ ഉള്ളത്. സോ എൻറ്റയർ ബുക്ക് നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് എത്തിയപ്പോൾ അത് ക്യാച്ചപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ആ ഒരു റീസൺ നമ്മൾ മുന്നിലുള്ളതിനോണ്ട് തന്നെ ആ ഫുൾ എഫേർട്ട് ഇടാൻ നമുക്ക് എന്തോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ വീണ്ടും ആ ഒരു ഉഴപ്പാൻ തന്നെ തുടങ്ങി. ബട്ട് എക്സാമിൻ്റെ ഒരു 1 month മുന്നേ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ബയോളജി ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രം പോരല്ലോ, എന്നെ സംബന്ധിച്ച് മാത്തമാറ്റിക്സ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം. അത് ഫിസിക്സ്, കെമിസ്ട്രി എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തെങ്കിലും അത് വലിയൊരു സുഖമുള്ളൊരു റിസൾട്ട് ആയിരുന്നില്ല എനിക്ക് കിട്ടിയത്. നീറ്റ് എക്സാം ഞാൻ എഴുതിയതിന് ശേഷം ആ റിസൾട്ട് വരുന്ന ഒരു ടൈം പീരീഡ് വരെ എനിക്ക് റിഗ്രറ്റ് ആയിരുന്നു ഫുൾ. ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടില്ല. ബട്ട് പാരൻസ് അവരെ എല്ലാ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ അവർ ചിലവാക്കിയ പൈസ അതെല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. സോ റിസൾട്ട് വന്നു, എനിക്ക് ഏതാണ്ട് ഒരു 300+ ഉണ്ടായിരുന്നു. അതൊരു നല്ല മാർക്കല്ല എന്ന് എനിക്കറിയാം. സോ റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു മൂഡും എനിക്കന്നില്ലായിരുന്നു. സോ നെക്സ്റ്റ് ഓപ്ഷൻ എല്ലാവരെ പോലെ എൻ്റെത് പറയുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ കണ്ടപ്പോൾ അത്ര ഒരു സുഖം കിട്ടാത്തതിനോട് തന്നെ ഞാൻ പിന്നെ ചൂസ് ചെയ്തൊരു കാര്യമാണ് എബ്രോഡ് പോവുകയാണെന്ന്. അങ്ങനെ ഞാൻ നല്ലൊരു കൺസൾട്ടൻസീനെ മീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ എബ്രോഡ് MBBS ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് ഓഗസ്റ്റ് സംതിങ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ടായത്. ഫസ്റ്റ് തന്നെ ഞാൻ ചൂസ് ചെയ്തത് ചൈനയിലെ നിംപോ യൂണിവേഴ്സിറ്റി ആയിരുന്നു. സോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെർച്ച് ചെയ്ത് അതേതാണ്ട് ഫിക്സ് ആവുന്ന ടൈമിലാണ് ഏജൻസി എന്നെ പറഞ്ഞു, ചൈന നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ എന്തൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ബോർഡറിലുള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചൈന എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ ക്യാൻസൽ ചെയ്യും. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കൺട്രീസിലെ അഡ്മിഷൻ ക്ലോസ് ആവുകയും ചെയ്തായിരുന്നു. പിന്നെ ഞാൻ നോക്കിയത് അസർബൈജാൻ ബാക്കൂലുള്ള അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ പിന്നെ നമ്മൾ ഒരു എബ്രോഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഏതൊരാളും ചെയ്യുന്നതിനോട്ട് നമ്മളെ ഗൂഗിൾ സെർച്ച് ആണെങ്കിലും യൂട്യൂബ് സെർച്ച് ആണെങ്കിലും ഫുള്ള് ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചായിരിക്കും. സോ നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ഒരു ദിവസം എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, അസർബൈജാൻ അർമാനിയെ എന്തോ പ്രശ്നമുണ്ടെന്ന്.
സോ ഞാൻ വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണമെന്നുള്ളതിൽ അങ്ങനെ ഏജൻസിനെ വിളിച്ച് പറഞ്ഞ് അസർബൈജാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്ന്. സോ പിന്നെ എനിക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈജിപ്തായിരുന്നു. ഈജിപ്തിലത്തെ ഫുൾ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ പറയുന്നത് 5+2 എന്നാണ്, അതായത് 5 ഇയർ കോഴ്സും 2 ഇയർ ഇൻറ്റേൺഷിപ്പും. അതെനിക്ക് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു. അതായത് ലൈഫിൻ്റെ നല്ലൊരു പാർട്ട് എബ്രോഡ് നിൽക്കണം, അതായത് 7 ഇയേഴ്സ്, അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇവിടെ 2 ഇയർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്ക്. അങ്ങനെ ഞാൻ ഈജിപ്ത് ഫിക്സ് ചെയ്തു. എൻ്റെ പേപ്പർ വർക്ക്സ് കാര്യങ്ങൾ വിസയുടെ എല്ലാ കാര്യങ്ങളും 15 ഡേയ്സ് കൊണ്ട് റെഡിയാവും. അതായത് 15 ഡേയ്സിൽ ഞാൻ ഈജിപ്തിലേക്ക് ട്രാവൽ ചെയ്യണം. അതെന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു സങ്കടം വരുന്നൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒട്ടും നാട് വിട്ട് നിൽക്കണം ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ആൻഡ് ഈ ഒരു റീസൺ കൊണ്ട് ഞാൻ അബ്രോഡ് പോവാണ്. ആൻഡ് 7 ഇയേഴ്സ് ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യണം. ഇയർലി വൺസ് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും, അതും 1.5 മന്തൊക്കെ നിൽക്കാൻ പറ്റും. ഇതൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ ഇങ്ങോട്ട് വരുമ്പോൾ A to Z കാര്യങ്ങൾ നമ്മൾ മേടിക്കണം, പിന്നെ പാക്ക് ചെയ്യണം, വീട്ടുകാരായിട്ടുള്ള ടൈം എല്ലാം കൂടി ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു അത്. അങ്ങനെ വീട്ടുകാർ ഭയങ്കര എന്താ പറയുക, എൻ്റെ അമ്മയും ഞാനും പർച്ചേസിന് പോകും. ബട്ട് ആ പർച്ചേസ് നമ്മളിങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും എൻ്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടായിരുന്നു നിൽക്കുന്നത്. ഈ പെട്ടെന്ന് പോവുകയാണല്ലേ, ഇത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്, അങ്ങനത്തെ ഒരു ടോക്ക് തന്നെയായിരുന്നു വീട്ടിൽ. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നത്, പലരും നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്. ഭയങ്കര ആ ഒരു 15 ഡേയ്സ് എൻ്റെ ലൈഫ് പോയതെന്ന് പറയുന്നത് പറയാനൊന്നുമില്ല, അത്രയായിരുന്നു. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഡേ ആയി നവംബർ 21. ബാക്ക്ഗ്രൗണ്ട് നവംബർ 21, 2022 ആര്യ ഈജിപ്തിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. ആര്യയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കൂടിയാണത്. ഇതുവരെ ഫ്ലൈറ്റ് കയറണം എന്നുണ്ടെങ്കിലും ഒരു ഡ്രീമായിട്ട് വെച്ച എനിക്ക് അതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി, ട്രാവൽ ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ അന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പരിചയപ്പെട്ടു. ആ ഒരു തന്നെ അങ്ങനെ നമ്മൾ കണ്ടു, പരിചയപ്പെട്ടു, ഈജിപ്തിലേക്ക് ട്രാവൽ ചെയ്തു. ഇവിടെ എത്തി നോക്കുമ്പോഴൊരവസ്ഥ മീൻസ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാൾ എത്ര വേഴ്സ്റ്റ് ആയിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. അപ്പാർട്ട്മെൻറ്റ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്ഥലം, നമ്മളെ ഫോട്ടോസ് കാണുന്നതും ഇവിടുത്തെ സ്ട്രീറ്റ്സും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റിത്തെ പേപ്പർ വർക്ക്സൊക്കെ ചെയ്തു, ഫീസ് കാര്യങ്ങളൊക്കെ പേ ചെയ്തു, ഫുള്ള് കാര്യങ്ങൾ സെറ്റായി. ബട്ട് ഞാൻ ഇവിടെ സെറ്റായിട്ടില്ലായിരുന്നു. എനിക്ക് നാട്ടിലേക്ക് പോകണം എന്നുള്ള ഇത് തന്നെയായിരുന്നു അപ്പോഴും മൈൻഡിൽ. ഞാൻ എൻ്റെ ഏജൻസിനെ കോൺടാക്ട് ചെയ്ത് എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് എങ്ങനെ നാട്ടിലേക്ക് പോയാൽ മതി നോക്കാം. എന്നെ 10th പഠിപ്പിച്ച ഒരു സാറെ ഞാൻ കോൺടാക്ട് ചെയ്തു. സാർ എനിക്ക് വീട്ടിൽ പറയാൻ നല്ല പേരുണ്ട്, ബട്ട് എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് പോയാൽ മതി, എനിക്ക് ഈജിപ്തൊട്ട് സെറ്റ് ആവുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. സാർ എന്നോട് പറഞ്ഞ് നീ ജസ്റ്റ് ഒന്ന് വീട്ടിൽ സംസാരിച്ച് നോക്ക്. ഞാൻ പറഞ്ഞ് നാട്ടുകാരൊക്കെ എന്താ വിചാരിക്കുക, ആ ഒരു തോട്ട് തന്നെയായിരുന്നു എനിക്ക്. ബട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു നീ വീട്ടിൽ സംസാരിച്ച് നോക്ക്, നിൻ്റെ ലൈഫാണ്, നാട്ടുകാരെന്ത് വിചാരിക്കും നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ലാസ്റ്റ് വീട്ടിൽ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരണം, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മ അച്ഛൻ പറഞ്ഞു അത്രയും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ നിന്നോന്ന്, തിരിച്ചു പോകണ്ട എന്നുള്ളൊരിതിലൊക്കെ ആയി. ബട്ട് എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുന്ന പോലെ ഈജിപ്തിൽ തന്നെയുള്ള ഏജൻസിക്ക് വർക്ക് ചെയ്യുന്ന ഒരു അങ്കിൾ എന്നോട് പറഞ്ഞു നീ ഒരു മന്തായിട്ടുള്ളൂ ആര്യ അവിടെ എത്തിയിട്ട്, നീ ജസ്റ്റ് ഒരു 2-3 മന്ത്സ് ഇവിടെ നിന്ന് നോക്ക്, എന്നിട്ട് നീ പറ നിനക്ക് ഇവിടെ നിൽക്കണോ അതോ പോകണമെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 2 മന്ത്സൊക്കെ ഇവിടെ നിൽക്കാമെന്നുള്ളൊരിതിൽ എന്നിട്ട് ഡിസിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. ബട്ട് ആ ഒരു 2 മന്ത്സ് ഞാൻ അവിടെ കുറേ പുതിയ ആൾക്കാരവിടെ പരിചയപ്പെട്ടു, സീനിയേഴ്സിനൊക്കെ ആയിട്ട് അത്യാവശ്യം പിന്നെ കമ്പനി ആയി. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഞാനൊരു ചാനൽ തുടങ്ങിയാലോ അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടൊക്കെ എൻ്റെ മൈൻഡിൽ വന്നു തുടങ്ങി. അങ്ങനെ ഞാനെന്തോ ഈജിപ്തിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഒന്നും എന്നെ ബാധിക്കുന്നൊരു പ്രശ്നമേ അല്ല. അവിടുത്തെ യൂണിവേഴ്സിറ്റി എല്ലാം എനിക്ക് ഭയങ്കര എന്താ പറയുക ഫേവറേറ്റ് ആവാൻ തുടങ്ങി. സോ ഞാനങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ലൈഫ് ഭയങ്കര സ്മൂത്തായിരുന്നു. ബട്ട് എക്സാംസൊക്കെ ഭയങ്കര സീനായിരുന്നു. അതിപ്പോൾ മൊഡ്യൂൾ എക്സാംസ് ആണെങ്കിലും ഫൈനൽ എക്സാംസ് ആണെങ്കിലും അങ്ങനെ ഫസ്റ്റ് ഇയർ പാസ്സായി തിരിച്ച് നാട്ടിലെത്തി. റീസെറ്റ് എക്സാംസ് വന്ന് ഒരു 20 ഡേയ്സിന് തിരിച്ച് ട്രാവൽ ചെയ്യേണ്ടി വന്ന്. പിന്നെ സെക്കൻഡ് ഇയർ ആകെപ്പാടൊരു ബഹളമായിരുന്നു. പിന്നെ കുറേ പേർക്ക് ഒരു വിചാരമുണ്ട്, ഞാൻ തന്നെ ഫേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പലരും നമ്മളോട് ചോദിക്കും
എബ്രോഡാണ് പഠിക്കുന്നത്, പൈസ കൊടുത്തിട്ടുള്ള MBBS ഡിഗ്രിയാണ്, എന്തെന്നാ ചെറിയ തൈകൾ പഠിപ്പിക്കുന്നത്, ബോഡി മരിയൊക്കെ, അതായത് കടാവർ കാണാൻ കിട്ടൂല, പിന്നെ എന്തിനാ പഠിക്കുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ എബ്രോഡ് വന്നിട്ട് MBBS ചെയ്യുന്ന എല്ലാ കുട്ടികളും അത്ര അങ്ങോട്ട് താഴ്ത്തി കാണരുത് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്നെ നോക്കുകയാണെങ്കിലും എന്നെപ്പോലെ തന്നെയായിരിക്കും ഇവിടെ എല്ലാം നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസും. നമ്മൾ ഫുഡ് കാര്യങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ഓരോ നമുക്ക് വരുന്ന ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ബില്ല്, ഇലക്ട്രിക് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനും കൂടെ നമ്മളെ സ്റ്റഡീസ്, പിന്നെ ഓരോ ക്ലൈമറ്റ് ചേഞ്ചിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹോം സിക്നെസ്, പിന്നെ വീട്ടുകാരെ ഓരോ എന്താ പറയുക, ഓരോ ഹാപ്പി മൂമെൻറ്റ്സ് അവർ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ആ മൊമെൻറ്റിൽ നമ്മളെ പ്രസൻസ് ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ഞാനാണെങ്കിൽ പോലും ഇവിടെ കുറേ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോകണമെന്നുണ്ടാവും, ബട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ റീസൺസ് കൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അവരത്രയും ഇങ്ങനെ താഴ്ത്തിക്കാനുള്ള ഒരു 2 ഇയേഴ്സിൻ്റെ സ്ട്രഗിള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് 3rd ഇയർ ഫസ്റ്റ് സെം എക്സാംസ് കഴിഞ്ഞിട്ട് വിൻ്റർ വെക്കേഷൻ ഒരു ടൈം പീരീഡിലാണ്. നമ്മുടെ 3rd ഇയർ തൊട്ടിട്ട് ഇവിടെ നമുക്ക് സെമിസ്റ്റർ വൈസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സെമിസ്റ്റർ പ്രീ ക്ലിനിക്കൽസ് ആണ്, അതായത് നമ്മളുടെ MBBS ലൈഫ് ജേർണിയിലുള്ള അക്കാഡമിക് ഇയർ കഴിഞ്ഞു, ഖലാസ്. ഇനി നമുക്ക് ക്ലിനിക്കൽ ഇയറിലേക്കാണ്. നമുക്ക് February 8th വരെ വിൻ്റർ വെക്കേഷനാണ്. അതിനുശേഷം നമുക്ക് ക്ലിനിക്കൽ ഇയറിലേക്കാണ്. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ടൈമിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അതേ ടൈമിൽ തന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ടിന് നല്ല പേരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം ബെറ്റർ റിസൾട്ട് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ +2 അല്ലെങ്കിൽ നീറ്റ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് എടുക്കുകയും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫുൾ ഉഴപ്പിയതാണ്. സോ നിങ്ങളതാണെങ്കിൽ എന്താ ലൈഫിൻ്റെ നല്ലൊരു ലൈഫ് ടേണിംഗ് പോയിൻ്റ് ആണത്. സോ ആ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളെ എല്ലാ എഫേർട്ടും തന്നെ അതിൽ കൊടുക്കണം. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു 1 ഇയർ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലോണം എക്സാം പാസ്സായാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് അങ്ങോട്ട് മാറി. അങ്ങനെ തന്നെ ശരിക്കും പറയണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് റിപ്പീറ്റ് ലൈഫ് തന്നെ കുറേ മോട്ടിവേഷണൽ ക്ലാസ്സസ് തരുമായിരുന്നു ബ്രില്യൻ്റിൽ നിന്ന്. മാത്രമല്ല കുറേ ടിപ്സ് നമുക്ക് തരുമായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഇക്വേഷൻ ബുക്സ് ഉണ്ടാക്കി വെക്കുക. പിന്നെന്താ പറയുക, NCERT ബയോളജി, NCERT പക്ക ഇതന്നെ വായിച്ചുകൊണ്ട് നിൽക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുക. പഠിക്കുന്നതിനേക്കാളും എത്രയോ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ ആ ഒരു ടോപ്പിക്ക് പഠിച്ച് ജസ്റ്റ് ചുമ്മാ വിടാണ്ട് ആ ടോപ്പിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒരു വീക്ക് തന്നെയാണെങ്കിൽ 6 days പഠിക്കുകയാണെങ്കിൽ ആ 7th day ഫുള്ള് ക്വസ്റ്റ്യൻസിന് വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞിരിക്കും. അതൊക്കെ ആരെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. എബ്രോഡ് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ബി പ്രിപ്പയർ. നമ്മുടെ ലൈഫിൻ്റെ വലിയൊരു സ്ട്രഗ്ലിങ് പോയിന്റ്സിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. എത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, എത്രയൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അറ്റ് എ പോയിന്റ് നമ്മളിവിടെ ഒറ്റക്കാണ്. ആ ഒരു ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് താങ്ങായിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ഇവിടുത്തെ കുറേ ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് എല്ലാ കാര്യത്തിനും എല്ലാവരും ഉണ്ടാവണം എന്നില്ല. അതാണ് അതാണൊരു ഫാക്റ്റ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം എല്ലാ സ്റ്റുഡൻസും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ. പിന്നെ നല്ലൊരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ ത്രൂ ഔട്ട് ഇവിടുത്തെ ഒരു ജേണിയിൽ നിങ്ങളെല്ലാ ആവശ്യത്തിനും നമ്മളെ കൊണ്ട് ഇപ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സീനിയേഴ്സിനെ കൊണ്ടോ പറ്റാത്ത കാര്യങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളുടെ ഏജൻസി ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ലൊരു ഏജൻസിനെ ചൂസ് ചെയ്യുക, നല്ലൊരു കൺട്രി ചൂസ് ചെയ്യുക. പിന്നെ NMC റൂൾസൊക്കെ എന്താ പറയുക ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണോ നോക്കി ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. എന്തായാലും ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമോ ചെയ്തോളി. അപ്പോൾ തന്നെ റിപ്ലൈ തരും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ആണെന്ന് വേണ്ടത്? ഫുൾ മെഡിക്കൽ റിലേറ്റഡ്, അതായത് ഇവിടുത്തെ MBBS ജേർണിയുടെ വീഡിയോസ് തന്നെയാണോ അതോ ഈജിപ്തിൻ്റെ മൊത്തം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് പറയാം, ചേച്ചി ഇന്ന വീഡിയോ വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ്. സോ അല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ എന്തായാലും ഫ്രീ ആണ്. ഇപ്പോൾ ഭയങ്കര റിലാക്സ് ആയിട്ട് പോകുന്ന ഒരു 15 days ആണ് ഈ ഒരു ടൈം പീരീഡ്. വിൻ്റർ വെക്കേഷൻ ആണല്ലോ. സോ അപ്പം ഞാൻ മാക്സിമം വീഡിയോസ് ചെയ്യാൻ നോക്കാം. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ കഷ്ടപ്പെട്ടൊരു റീച്ച് ഉണ്ടാക്കിയെടുക്കും അക്കൗണ്ടിന്. ബട്ട് ഇപ്പോൾ എന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പാസ്റ്റ് 1.5 month ആയിട്ട് എനിക്കിവിടെ ഫൈനൽ എക്സാംസ് നടന്നുകൊണ്ടൊക്കെയായിരുന്നു. ഫസ്റ്റ് പ്രാക്ടിക്കൽസ് ഉണ്ടായി, പിന്നെ മൊഡ്യൂൾ എക്സാംസ് ഉണ്ടായി, പിന്നെ റിട്ടേൺ ഉണ്ടായി. സോ അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് നമുക്ക്
യൂട്യൂബ് പോയിട്ട് നമ്മുടെ ഡെയിലി ലൈഫത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. ഫുഡ്, ഉറക്കം എല്ലാം ആകെ ഡിസ്റ്റർബായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിലിപ്പോൾ യൂട്യൂബ് ചാനൽ എന്താ പറയുക പക്ക ഡൗൺ ആണ്. ഇനിയിപ്പോൾ അത് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് കാണുന്നുണ്ട്, വ്യൂസ് താഴോട്ട് പോകുന്നുണ്ട് കാണുന്നുണ്ട്. ബട്ട് അതൊന്നും എന്നെ ബോധറിയുന്നൊരു കാര്യമല്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് വെച്ചാൽ കോമെൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അബ്രോഡ് വരുന്ന സ്റ്റുഡൻസിനൊക്കെ വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാം. സോ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.